നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ്സ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റേർണൽസ് അപ്ലോഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് November 30. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു എക്സാം നടത്തും. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഉണ്ടായിരിക്കും നിങ്ങളുടെ എക്സാം. നെക്സ്റ്റ് വീക്ക് ഉണ്ടാവും. നെക്സ്റ്റ് വീക്ക് എപ്പോൾ വേണേലും ഉണ്ടാവും. അപ്പം അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാം നടത്തുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. സോ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്ത ആഴ്ച ഏതെങ്കിലും എന്നാണോ സൗകര്യം കിട്ടുന്നത് അന്ന് ഞാനിടും. അപ്പോൾ അത് പഠിച്ചുകൊള്ളുക. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ്സ്. In this chapter we present a theorem that describes to an algebraic I all finite abelian groups in a standardized way. Before giving the proof, which is long and difficult, we discuss some consequences of the theorem and its proof. The first proof of the theorem was given by Leopold Kronecker in 1858. അതായത് അബീലിയൻ ഗ്രൂപ്പുകളെയെല്ലാം നമ്മൾ മെയിനായിട്ടും എന്താ പറയുക, അതിനെയെല്ലാം ഒരു ആൾജിബ്രായിസ്റ്റിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ ചില അബീലിയൻ ഗ്രൂപ്പുകൾ അത് ഡിഫറെൻ്റ് ആണെങ്കിലും അത് സെയിം തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഐസോമോർഫിക് ആയിരിക്കും. അപ്പോൾ ഐസോമോർഫിക് ആവുന്നത് എങ്ങനെ? ഐസോമോർഫിക് ആയിട്ടുള്ളവയെല്ലാം ഒന്നായിട്ട് തന്നെ കാണുന്നു. എങ്ങനെയാണ് ഇത് ഐസോമോർഫിക്കായിട്ട് വരിക, എങ്ങനെയാണ് ഈ ഡിഫറെൻറ്റ് അബീലിയൻ ഗ്രൂപ്പ്സ് വരിക എന്നൊക്കെയാണ് നമ്മളിതിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്: എവരി ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ് ഈസ് എ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് ഓഫ് പ്രൈം പവർ ഓർഡർ. മോർ ഓവർ ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദി പ്രോഡക്റ്റ് ആൻഡ് ദ ഓർഡേഴ്സ് ഓഫ് ദി സൈക്ലിക് ഗ്രൂപ്പ്സ് ആർ യൂണീക്ലി ഡിറ്റർമിൻഡ് ബൈ ദി ഗ്രൂപ്പ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ അബീലിയൻ ഗ്രൂപ്പും ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് ഓഫ് പ്രൈം പവർ ഓർഡർ ആണ്. മോർ ഓവർ ദ നമ്പർ ഓഫ് ടൈംസ് ഇൻ ദി പ്രോഡക്റ്റ്. അപ്പോൾ ഈ പ്രോഡക്റ്റിനകത്തിൽ എത്ര ടൈംസ് വരുന്നു എന്നുള്ളതും ആൻഡ് ദ ഓർഡേഴ്സ് ഓഫ് ദി സൈക്ലിക് ഗ്രൂപ്പ്സ്, ഓരോ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡറും ഇതെല്ലാം യുണീക്ക് ആയിരിക്കും. അതായത് ഒരു ഗ്രൂപ്പിന് യുണീക്ക് ആയിരിക്കും, ഒന്നിലധികം റെപ്രസെൻറ്റേഷൻ ഉണ്ടാകത്തില്ലെന്ന്. സിൻസ് എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ ഈസ് ഐസോമോർഫിക് ടു ഇസഡ്, തിയറം 11.1 ഷോസ് ദാറ്റ് എവരി ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ് ജി ഈസ് ഐസോമോർഫിക് ടു എ ഗ്രൂപ്പ് ഓഫ് ദി ഫോം. അപ്പം ഈ തിയറത്തിനകത്തുനിന്ന് നമുക്കറിയാം സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എന്നാണെങ്കിൽ അത് ഐസോമോർഫിക് ടു ഇസഡ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇസഡ് എന്നിനകത്തിലെ എന്നിനെ നമ്മൾ എന്നിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതി കഴിഞ്ഞാൽ ഈ തിയറം 11.1 വെച്ചിട്ട് നമുക്ക് പ്രൈം പവർ ഉള്ളതിനെയെല്ലാം ഇപ്പം P1/n1 ഇൻറ്റു P2/n2 എക്സെട്ര Pk/nk എന്നാണ് എന്നിൻ്റെ ഫാക്ടറൈസേഷൻ എങ്കിൽ നമുക്ക് ഇത് ZP1/n1 ഡയറക്സം, ZP2/n2 ഡയറക്സം, എക്സെട്ര ഡയറക്സം ZPk/nk എന്ന് എഴുതാം. വേർ ദ PIs ആർ നോട്ട് നെസസറിലി ഡിസ്റ്റിങ്ക്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, ഇതൊരു ജനറലായിട്ട് കൊടുത്തിരിക്കുക. ആൻഡ് ദ പ്രൈം പവേഴ്സ് ആർ യൂണീക്ലി ഡിറ്റർമിൻഡ് ബൈ G. റൈറ്റിംഗ് എ ഗ്രൂപ്പ് ഇൻ ദിസ് ഫോം ഈസ് കോൾഡ് ഡിറ്റർമിനിങ് ദി ഐസോമോർഫിസം ക്ലാസ്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് ഏത് ഐസോമോർഫിസം ക്ലാസ്സിലാണ് വരുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഐസോമോർഫിസം ക്ലാസ്സസ് ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ്. ദ ഫണ്ടമെൻ്റൽ തിയറം ഈസ് എക്സ്ട്രീംലി പവർഫുൾ. ആസ് ആൻ ആപ്ലിക്കേഷൻ വി ക്യാൻ യൂസ് ഇറ്റ് ആസ് ആൻ അൽഗോരിതം for constructing all abelian groups of any order. Let's look at groups whose orders have the form p raised to k, where p is prime and k less than or equal to 4. In general, there is one group of order p raised to k for each set of positive integers whose sum is k. Such a set is called a partition of k. That is, if k can be written as k is equal to n1 plus n2 plus etc plus nt, where each ni is a positive integer, then ZP1 p raised to n1 direction, ZP2 p raised to n2 direction, etc direction ZP raised to nt is an abelian group of order p raised to k. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇത് എഴുതുന്നതെന്ന് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പുണ്ട്, അതിൻ്റെ ഓർഡർ p raised to k ആണെങ്കിൽ അപ്പോൾ p raised to kനെ കെയിനെ നമ്മളിങ്ങനെ എടുക്കുക. കെയിനെ നമുക്കിങ്ങനെ പല രീതിയിൽ എഴുതാമല്ലോ. സം ചെയ്ത് എഴുതാം, n1 + n2 + എക്സെട്ര + nt എന്ന് എഴുതാം. ഓരോ n ഐയും ഓരോ പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ZP1 p raised to n1 ഡയറക്സം, ZP raised to n2 ഡയറക്സം, എക്സെട്ര ഡയറക്സം ZP raised to nt ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ p raised to k.
ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ഓർഡർ പി ആണെന്ന് നോക്കുക, കോളത്തിലേക്ക് നോക്കുക, പി ആണ്. അപ്പം നമ്മൾ പിയുടെ പവർ എന്താ 1 ആണ്. അപ്പോൾ 1നെ നമുക്ക് ഒറ്റ രീതിയിൽ എഴുതാൻ പറ്റും, 1. അപ്പോൾ അതിൻ്റെ പോസിബിൾ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഇസഡ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പി എലമെൻസ് ഉള്ള ഗ്രൂപ്പ് പ്രൈം. പി പ്രൈം ആണെങ്കിൽ ആകെ ഒരെണ്ണേ വരുള്ളൂ. അത് ഈ പി പ്രൈം ആണെങ്കിൽ ഇസഡ് പി എപ്പോഴും സൈക്ലിക് ആയിരിക്കും, ആകെ ഒറ്റ ഗ്രൂപ്പേ വരുള്ളൂ. ഇനി പി സ്ക്വയർ, അപ്പം പവർ ഇങ്ങെടുക്കുന്നു, 2നെ ഇങ്ങെടുക്കുന്നു. 2നെ നമുക്ക് 2 തരത്തിൽ എഴുതാം. ഒന്ന് 2 എന്ന് എഴുതാം, പിന്നെ 1+1 എന്ന് എഴുതാം. അപ്പം 2ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് ഇസഡ് പി സ്ക്വയർ. 1+1 കറസ്പോണ്ടിങ് ആയിട്ട് ഇസഡ് പി റേസ് ടു 1 ഡയറക്സം ഇസഡ് പി റേസ് ടു 1. അതാണ് ഇസഡ് പി ഡയറക്സം ഇസഡ് പി. അടുത്ത പി ക്യൂബ്. പി ക്യൂബിനകത്തിൽ 3 എടുക്കുന്നു, ഇസഡ് പി ക്യൂബ്. അടുത്ത 2+1 എന്നുള്ളത് ഇസഡ് പി സ്ക്വയർ ഡയറക്സം ഇസഡ് പി. അടുത്ത 1+1+1 എന്നുള്ളത് ഇസഡ് പി റേസ് ടു 1 ഡയറക്സം ഇസഡ് പി റേസ് ടു 1 ഡയറക്സം ഇസഡ് പി റേസ് ടു 1. പി റേസ് ടു 4-നകത്തിൽ ആ 4 എടുക്കുക, 4നെ 4 ആയിട്ട് എഴുതാം, പിന്നെ 3+1 എന്ന് എഴുതാം, 2+2 എന്ന് എഴുതാം, 2+1+1 എന്ന് എഴുതാം, 1+1+1+1. ഇതാണ് പാർട്ടീഷൻസ് എന്ന് പറയുന്നത്. പല രീതി പാർട്ടീഷൻസ് ചെയ്ത് എഴുതിയിരിക്കുന്നു. ഓരോ പാർട്ടീഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇസഡ് പി റേസ് ടു 4, ഇസഡ് പി ക്യൂബ് ഡയറക്സം ഇസഡ് പി, ഇസഡ് പി സ്ക്വയർ ഡയറക്സം ഇസഡ് പി സ്ക്വയർ, ഇസഡ് പി സ്ക്വയർ ഡയറക്സം ഇസഡ് പി ഡയറക്സം ഇസഡ് പി, ഇസഡ് പി ഡയറക്സം ഇസഡ് പി ഡയറക്സം ഇസഡ് പി ഡയറക്സം ഇസഡ് പി. ഓക്കെ, അപ്പോൾ ഓരോ പാർട്ടീഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐസോമോർഫിസം ക്ലാസ്സസ്. അതാണ് ഫണ്ടമെൻ്റൽ തിയറത്തിനകത്തിൽ അതിൻ്റെ യുണീക്ക്നെസ് പാർട്ട് പറയുന്നതാണ്. ഓരോ ഗ്രൂപ്പിനകത്തിൽ അതിനകത്ത് എത്ര എണ്ണം വരുന്നുണ്ട്, അതേപോലെ ഓരോന്നിൻ്റെ ഓർഡർ എത്രയാണ്, ഇതെല്ലാം യുണീക്ക് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ പാർട്ടീഷൻ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരിക്കും. ഇനി ഫോർ എക്സാമ്പിൾ ഇസഡ് 9 ഡയറക്സം ഇസഡ് 3 ഇസ് നോട്ട് ഐസോമോർഫിക് ടു ഇസഡ് 3 ഡയറക്സം ഇസഡ് 3 ഡയറക്സം ഇസഡ് 3. എ റിലയബിൾ mnemonic ഫോർ comparing external direct products is cancellation property. If A is finite, then A direction B is isomorphic to A direction C if and only if B is isomorphic to C. B C isomorphic ആണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. Thus Z4 direction Z4 is not isomorphic to Z4 direction Z2 direction Z2. കാരണം ഈ പറഞ്ഞ റിസൾട്ട് വെച്ചിട്ട് Z4ഉം Z2 ഡയറക്ഷൻ Z2ഉം എന്തല്ല ഐസോമോർഫിക് അല്ല. കാരണം Z2 ഡയറക്ഷൻ Z2 എന്ന് പറയുന്നത് അതെന്തല്ല സൈക്ലിക് അല്ല. പക്ഷേ Z4 എന്ന് പറയുന്നത് നമുക്ക് സൈക്ലിക്കാണ്. അതുകൊണ്ട്